എൻ്റെ പിന്നിലേക്ക് നോക്കി, ആ ഏലത്തോട്ടമാണ് കേട്ടോ. ആ പച്ച നെറ്റ് കാണുന്ന മുഴുവൻ ഏലം, അതിനടി മുഴുവൻ ഏലം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ പച്ച നെറ്റ് വിറ്റ് പോകുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ ഏലമുള്ള സ്ഥലങ്ങളാണ്. വെയിലേറടിക്കുന്നിടത്ത് മുഴുവൻ ഈ പച്ച നെറ്റ് കെട്ടിയേ പറ്റൂ. ഏലത്തോട്ടങ്ങൾ നോക്കുക എന്ന് പറയുന്നതേ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണം. അല്ലാതെ ഏലം വെച്ചിട്ട് ചുമ്മാ ഒന്നും പോന്നാലൊന്നും ഉണ്ടല്ലോ, ഏലത്തേലൊന്നും ഉണ്ടായില്ല, ഏലം പോവും. ഇത് കണ്ടോ, പച്ച നെറ്റുകൾ ഇട്ടേക്കുന്നത്, നിറച്ച് നെറ്റുകൾ. ഒരു മലയുടെ ആ താഴ്വാരത്ത് വെയിലടിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ നെറ്റടിക്കുക. വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ നെറ്റില്ലാതെ പറ്റിയില്ല. ഈ പച്ച നെറ്റ് മൊത്തം ഇട്ട് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് മുഴുവൻ പച്ച നെറ്റിടും. കാരണം വെയിലടിച്ചാൽ സംരക്ഷിച്ച ഏലം മുഴുവൻ ഉണങ്ങിപ്പോവും, കരിഞ്ഞു പോവും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കിയ ഏലം കരിഞ്ഞു പോയാൽ ഇവർ നോക്കിയത് മുഴുവൻ ചുമ്മാതാവും. നിങ്ങൾ കാണുന്ന ഇതിലെ മുഴുവൻ നെറ്റിട്ടേക്കുക. ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ഏലം വെച്ചേക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പച്ച നെറ്റ് വിറ്റ് പോകുന്നത്. ഒരു 50 മീറ്ററിൻ്റെ നെറ്റിന് 1500 രൂപയ്ക്കും 2000 രൂപയ്ക്കും ഇടയ്ക്ക് വിലയാണ്. നല്ല കാശ് മുടക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏലം വെക്കുന്നവർ സൂക്ഷിക്കുക. വെയിലേറ് കൂടുതലടിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനൊരു എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടുതൽ വരും കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ചീത്തയും കൂടെ വിളിച്ചിട്ട് പോകും. ഇങ്ങനെയൊന്നും അല്ലടാ വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഏലത്തോട്ടവും ഏലം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏലം ചുവട്ടിലാണോ മുകളിലാണോ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ.